ഹലോ ഫ്രണ്ട്സ്, മുഖ അപ്ഡേറ്റ്സ് തന്നെയാണ് സ്വാഗതം. ജാട്ട് എന്ന് പറഞ്ഞിടത്തിന്റെ 3 കളക്ഷൻ 32.2 കോടിയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള തലപതിയുടെ പടം പുറത്തിറങ്ങിയിട്ട് 3 വർഷമായിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗത്തുനിന്ന് 3 സ്റ്റില്ല് പുറത്തിട്ടിട്ടുണ്ട്. നൽസൻ ദിലീപ് കുമാർ, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഫോർത്ത് ഫ്ലോർ എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് ഒരു പുതിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പാഞ്ചമിനാർ എന്ന് പറഞ്ഞിടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങി. പിന്നെ പ്രഭാസിന്റെ വർഷം എന്ന് പറഞ്ഞാൽ 4K റിലീസ് ചെയ്യാൻ പോവാണ് മെയ് 23-ാം തീയതി. അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ മാസ് ജാദര എന്ന് പറഞ്ഞിടത്തിന്റെ തൂം മേരെ ലവർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിന്റെ ഫുൾ സോങ് പുറത്തിറങ്ങാൻ പോവാണ്. അത് ഇന്ന് 4/5 അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആസെ കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൽ അഭിനയിച്ച പ്രീതി മുകുന്ദ മെയിൻ കഥാപാത്രം എത്തുന്ന പാടാണ്. ഋതു മരു എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്. ആ പടമാണ് മെയിനെ പ്യാർ കിയ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടെ ഈ വർഷം ജൂലൈയിൽ റിലീസാവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വേമലും യോഗി ബാബുവും അഭിനയിക്കുന്ന അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡയറക്ഷൻ ചെയ്യുന്ന പടത്തിന്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും അറിയിക്കാൻ പോവാണ്. അത് ഇന്നാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് വിജയ് സേതുപതി ലോഞ്ച് ചെയ്യുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഒഡേല 2 എന്ന് പറഞ്ഞ പടത്തിന്റെ 4 days to go പോസ്റ്റർ വന്നു. പിന്നെ പടത്തിന്റെ ഒരു പ്രീ റിലീസ് ഇവന്റ് നടക്കുന്നുണ്ട്. അത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് 6 മണിക്ക് പാർക്ക് ചെയ്യാത്തിൽ വെച്ചിട്ട്. അപ്പോൾ അതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഷർവാനന്ദ വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ സൺ ഓഫ് വൈജയന്തി എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിന്റെ പ്രൊമോഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ 5 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ടെമ്പറൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് സ്നീക്ക് പീക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാൽ അഭിനയിക്കുന്നതാണ്, സത്യാന്തിക്കാട് എടുക്കുന്ന പടമാണ്. അവിടത്തിന്റെ പൂഞ്ഞാലത്തെ ലൊക്കേഷനത്തെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ തുടരുന്ന പറഞ്ഞിട്ടുള്ള പടം 25-ാം തീയതി റിലീസ് ആവുന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാസം ഏപ്രിലിൽ. അപ്പോൾ അതിന്റെ ഒരു പുതിയ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതാണ് പോസ്റ്റർ, നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഗുഡ് ബൈ ഡഗിൾ എന്ന് പറഞ്ഞ പടത്തിന്റെ കേരളത്തിലെ 4 ദിവസത്തെ കളക്ഷൻ 2.25 കോടിയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഡേയിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പടത്തിന് വേൾഡ് വൈഡ് ആയിട്ട് 150 കോടിയിലും കൂടുതൽ കളക്ഷൻ ആയെന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ മരണമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബേസിൽ ജോസഫ് മെയിൻ കഥാപാത്രം എത്തണം ടോവിനോ തോമസ് ആണ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പടത്തിന്റെ 3 ദിവസത്തെ കേരള കളക്ഷൻ 3.16 കോടിയാണെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡേയിൽ 1.01 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് ഡേയിൽ 0.98 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. തേർഡ് ഡേയിൽ 1.17 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ കൂടെ വേറെ 2 പടങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ കളക്ഷൻ കുറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതിന്റെ റിവ്യൂസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിന്റെ കൂടെ ഇറങ്ങിയ വേറൊരു പടമാണ് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള. ഈ പടം കേരളത്തിൽ നിന്ന് 8.5 കോടിയാണ് നേടിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.6 കോടിയും ഓവർസീസിൽ നിന്ന് 8.95 കോടി ആ ലെവലിലാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ മൊത്തം 19.05 കോടിയാണ് 3 ദിവസം കൊണ്ട് ഈ പടം നേടിയിട്ടുള്ളത്, ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള പടം. പിന്നെ വന്നിട്ടുള്ള പടമായിരുന്നു മമ്മൂട്ടി ബസൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഫസ്റ്റ് ഡേയിലൊക്കെ കേരളത്തിൽ ആലപ്പുഴ ജിംഖാനായിട്ടും കൂടുതൽ കളക്ഷൻ കിട്ടിയിരുന്നെങ്കിലും പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ജിംഖാൻ്റെ അത്ര എത്തിയിട്ടില്ല. എന്തായാലും ഈ പടത്തിന്റെ കേരളത്തിൽ കളക്ഷൻ 3 ദിവസം കൊണ്ട് 7.19 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 0.8 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. ഓവർസീസിൽ നിന്ന് 7.75 കോടികളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം 3 ദിവസം കൊണ്ട് 15.74 കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. എന്തായാലും പടത്തിന്റെ 3-ാമത്തെ ദിവസം 94-ലും കൂടുതൽ എക്സ്ട്രാ ലേറ്റ് നൈറ്റ് ഷോസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേമാതിരി 4-ാമത്തെ ദിവസം 80-ലും കൂടുതൽ ലേറ്റ് നൈറ്റ് ഷോസും ആഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ A2020 A6 എന്ന് വെച്ചാൽ അർജന്റ് 22-ാമത്തെ പടം അറ്റ്ലിയാണ് എടുക്കണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ്ലിയിൽ 6-ാമത്തെ പടമാണത്. ആ പടത്തിന്റെ ബഡ്ജറ്റായി പറഞ്ഞു കേൾക്കുന്നത് 800 കോടിയാണ്. എന്ന് വെച്ചാൽ പടത്തിന്റെ പ്രൊഡക്ഷനായിട്ട് 200 കോടി, അതേമാതിരി VFXന്റെ പരിപാടിക്കും സ്പെഷ്യൽ എഫക്റ്റിനും കാര്യങ്ങളൊക്കെ ആയിട്ട് 250 കോടിയുടെ മുകളിലേക്കും. പിന്നെ അല്ലർജന്റെ സാലറി പറഞ്ഞു കേൾക്കുന്നത് 175 കോടിയാണ്. അറ്റ്ലിക്ക് 100 കോടിയാണ് സാലറി പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസസും അതൊക്കെ കഴിഞ്ഞിട്ട് 800 കോടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും പടം വരട്ടെ. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് അഭിനയിക്കുന്ന പടം. നാഗാർജുന് രശ്മിക മന്ദാനും മെയിൻ കഥാപാത്രം എത്തുന്നുണ്ട് വേറെ ആയിട്ട്. ശേഖർ കമലയാണ് പടം എടുക്കുന്നത്. എന്തായാലും ഈ പടത്തിന്റെ ഫസ്റ്റിംഗിൾ പടുത്തു വരുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള തലപതി വിജയുടെ പടം റിലീസിന് വരികയാണ് ഈ ഏപ്രിൽ 18-ാം തീയതി. അപ്പോൾ അതിന്റെ യുക്കലത്തെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആവുകയാണ് ഇന്ന് മുതൽ. അപ്പോൾ അതിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ട്രെയിലർ വരാൻ പോവാണ് 4K റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ എന്തായാലും 8:30 വന്നിട്ടുണ്ട് രാവിലെ തന്നെ. പിന്നെ ഹിറ്റ് തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ പടത്തിന്റെ അബ്കി ബാർ അർജുൻ സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയതും അതിലുള്ള ഒരു ഷോട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. എന്തായാലും പടത്തിന് A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചിട്ടുണ്ട്. അത് ടീച്ചറൊക്കെ കണ്ടപ്പോൾ തന്നെ തോന്നിയതാണ് A സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും പടത്തിന് ഉണ്ടാവുക എന്നുള്ളത്. അത്രയും വയലന്റ് ആയിട്ടുള്ളൊരു പടമാണ്. എന്തായാലും പടത്തിന്റെ റൺ ടൈം ആയി പറഞ്ഞു കൊടുക്കുന്നത് 2 മണിക്കൂർ 35 മിനിറ്റ് ആണ്. പിന്നെ പടത്തിന്റെ ട്രെയിലർ ഇന്നാണ് വരാൻ പോകുന്നത് 11/7-ന്. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്ററും വന്നിട്ടുണ്ട് പുതിയതായിട്ട്. ഫുള്ള് രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന മാതിരത്തെ രീതിയിലുള്ള ഒരു പോസ്റ്ററാണ്. എന്തായാലും ഇതിന്റെ ഒരു ട്രെയിലർ ലോഞ്ച് ഇവന്റ് നടക്കുന്നുണ്ട് വിശാഖിൽ വെച്ചിട്ട് സംഘം തിയേറ്ററിലായിട്ട്. അത് 10:30 മുതലാണ് നടക്കുക. എന്തായാലും ട്രെയിലർ 11/7 പുറത്തിറങ്ങും. എന്തായാലും വെയിറ്റിംഗ് ആണ്, കണ്ടോക്കണം. മെയ് 1-ാം തീയതി പടം റിലീസാകാൻ പോകുന്നത്. നല്ല പ്രതീക്ഷയുള്ളൊരു പടമാണ്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേഷൻ കിട്ടാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.